Fourth question. The speed of a bus is 72 km per hour. The distance covered by the bus in 5 seconds is. Options are 100 meter, 50 meter, 60 meter, 74.5 meter. So here speed is 72 km per hour ആണ്. Distance covered by the bus. Distance covered by the bus in 5 seconds ആണ് കാണേണ്ടത്. അപ്പോൾ ടൈം 5 സെക്കൻഡ് ആണ്. നമുക്ക് തന്നിരിക്കുന്ന ആൻസർ മീറ്ററിലാണുള്ളത്. അപ്പോൾ നമുക്കിവിടെ കിലോമീറ്റർ പെർ അവർ 72 കിലോമീറ്റർ പെർ അവർ എന്നുള്ളതിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. നമുക്ക് ഇവിടെ എസ് ഈക്വൽ ടു 72 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ഇതിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 72 ഇൻറ്റു 5/18 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. ഡി ഈക്വൽ ടു എസ് ഇൻറ്റു ടി, ദാറ്റ് ഈസ് 72 ഇൻറ്റു 5/18 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 5 സെക്കൻഡ്. ഇവിടെ നമുക്ക് സെക്കൻഡ് ക്യാൻസൽ ചെയ്തു. ഇനി നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സോ വി ഗെറ്റ് 100 മീറ്റർ. Fifth question. A man walking at the rate of 5 km per hour crosses a bridge in 15 minutes. The length of bridge is. Options are 1200 meter, 750 meter, 1000 meter, 1250 meter. So here a man walking at the rate of അപ്പോൾ സ്പീഡ് ഈസ് 5 km per hour ആണ്. ആൻഡ് ഹി ക്രോസസ് എ ബ്രിഡ്ജ് ഇൻ 15 minutes. അപ്പോൾ ടൈം തന്നിട്ടുണ്ട് മിനിറ്റിലാണ്. ടൈം ഈസ് 15 minutes. ലെങ്ത് ഓഫ് ബ്രിഡ്ജ് ആണ് കാണേണ്ടത്, ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. So distance D equal to S into T. S is 5 km per hour. So 5 km per hour into 15 minute ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. മീറ്റർ പെർ സെക്കൻഡ്. സോ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് 5 ഇൻറ്റു 5/18 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു ഇനി 15 മിനിറ്റ് ആണ്, അതിനെയും എന്ത് ചെയ്യണം, സെക്കൻഡിലേക്ക് മാറ്റണം. സോ 15 ഇൻറ്റു 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 15 ഇൻറ്റു 60 സെക്കൻഡ്. സോ ഇവിടെ നമുക്ക് സോ സെക്കൻഡ് ദിസ് ക്യാൻസൽ ചെയ്തു. ബാക്കി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സോ ഹിയർ വി ഗെറ്റ് 1250 meter. Sixth question. A car traveling at a speed of 40 km per hour can complete a journey in 9 hours. How long will it take to travel the same distance at 60 km per hour? സോ കാർ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് തന്നിട്ടുണ്ട് 40 km per hour ആണ്. അപ്പോൾ എന്നിട്ട് കംപ്ലീറ്റ് എ ജേർണി ഇൻ 9 hours. അപ്പോൾ 9 മണിക്കൂർ കൊണ്ട് ജേർണി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു ട്രാവൽ ദി സെയിം ഡിസ്റ്റൻസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതേ ഡിസ്റ്റൻസ് 60 km per hour ട്രാവൽ ചെയ്യാൻ വേണ്ട ടൈമാണ് കാണേണ്ടത്. സോ here options are 4 hour, 6 hour, 8 hour and 10 hour. അപ്പോൾ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഇവിടെ എസ് തന്നിട്ടുണ്ട് 40 km per hour ആണ്. ടൈം ടോട്ടൽ ടൈം 9 hour ആണ്. അപ്പോൾ ഡി ഈക്വൽ ടു എസ് ഇൻറ്റു ടി. സോ ഹിയർ വി ഗെറ്റ് 360 km. നോ ഇനി നമുക്ക് കാണേണ്ടത് സെയിം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ട ടൈമാണ്. സോ ടൈം ടി ഈക്വൽ ടു ഡി ബൈ എസ്. സോ ഡിസ്റ്റൻസ് ഈസ് 360 km ഡിവൈഡഡ് ബൈ 60. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 6 hours. ഈ ക്വസ്റ്റ്യൻ നമുക്ക് മൈൻഡിൽ നമുക്ക് കാണാം. അതായത് 40 km per hour, അതായത് ഒരു മണിക്കൂറിൽ 40 km ആണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു മണിക്കൂറിൽ 40 km ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ
ടോട്ടൽ ഡിസ്റ്റൻസ് കാണാൻ. അപ്പോൾ 9 മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യും? 1 മണിക്കൂറിൽ 40 കിലോമീറ്റർ ആണ്. സോ 9 ഹവറിൽ 360 കിലോമീറ്റർ ട്രാവൽ ചെയ്യും. 9 × 40 ദാറ്റ് ഈസ് 360 കിലോമീറ്റർ ട്രാവൽ ചെയ്യും. ഇനി ഡിസ്റ്റൻസ് സെയിം ആണ്, 360 കിലോമീറ്റർ ആണ്. അപ്പം ഇതേ ഡിസ്റ്റൻസ് നമ്മൾ ഇനി ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് 60 km/h ആണ്. അതായത് 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 60 × dash = 360. 60 × 6 അതായത് 6 hour മതി. 360 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ 60 km/h നമുക്ക് എത്ര, അതായത് നമുക്ക് 6 hour മതി. 7th question. A person crosses a 600-meter long street in 5 minutes. What is his speed in km/h? So here a person crosses a 600-meter long street, that is distance d = 600 meter ആണ്. And time തന്നിട്ടുണ്ട് 5 minute. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഇൻ km/h കാണേണ്ടത്. So yes, so speed km/h നമുക്ക് കാണണം. Here speed = നമുക്കറിയാം 600 meter ആണ് distance. So distance by time and 600 meter divided by 5 ആണ്. 5 അതിനെ നമുക്ക് സെക്കൻഡിലേക്ക് മാറ്റണം. So it is 5 × 60. So here we get 2 meter/second. ഇനി നമുക്ക് കിട്ടിയത് സ്പീഡ് 2 meter/second ആണ്. അപ്പോൾ നമുക്ക് km/h കാണാൻ പറഞ്ഞിരിക്കുന്നത്. സോ meter/second km/h കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇറ്റ് ഈസ് 2 × 18/5. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 7.2 km/h. 8th question. A man walking at a speed of 10 km/h. After every kilometer, he takes a rest of 5 minutes. How much time will he take to cover a distance of 5 kilometers? Options are 50 minutes, 40 minutes, 60 minutes, 55 minutes. Here, man walking at a speed of 10 km/h ആണ്. അതായത് 1 മണിക്കൂറിൽ 10 കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്യുന്നത്. ആൻഡ് ഓരോ മണിക്കൂറിലും എന്ത് ചെയ്യുന്നുണ്ട്? 5 minute റെസ്റ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 5 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്. അപ്പോൾ നമുക്കറിയാം 1 മണിക്കൂറിൽ 10 കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? 5 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ എത്ര വേണം? അരമണിക്കൂർ. സോ 1 മണിക്കൂറിൽ 10 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അരമണിക്കൂറിൽ എന്ത് ചെയ്യും? 5 കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്യുക. ഇനി നമുക്ക് എന്താണ് റെസ്റ്റിംഗ് ടൈമാണ് കാണേണ്ടത്. അതായത് ഓരോ മണിക്കൂറിലും 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നുണ്ട്. സോ ഫസ്റ്റ് 1 കിലോമീറ്റർ ട്രാവൽ ചെയ്തു, 5 മിനിറ്റ് റെസ്റ്റ് എടുത്തു. ദെൻ അടുത്തത് 2nd കിലോമീറ്റർ ആയി, ദെൻ 5 മിനിറ്റ് റെസ്റ്റ്. ദെൻ 3rd കിലോമീറ്റർ, ദെൻ 5 മിനിറ്റ് റെസ്റ്റ്. ദെൻ 4th കിലോമീറ്റർ 5 മിനിറ്റ് റെസ്റ്റ് എടുത്തു. ദെൻ 5th കിലോമീറ്റർ ഇവിടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് അതുകൊണ്ട് വീണ്ടും ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് അപ്പോൾ എത്ര ടൈം? അപ്പോൾ 4 പ്രാവശ്യമാണ് റെസ്റ്റ് എടുക്കുന്നത്. 4 പ്രാവശ്യം 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നു. സോ ടോട്ടൽ റെസ്റ്റിംഗ് ടൈം ഈസ് 4 × 5 ദാറ്റ് ഈസ് 20 മിനിറ്റ്. സോ അവർ ടൈം റിക്വയർഡ് ടൈം എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് ഇവിടെ 30 മിനിറ്റ് ആണ്, അരമണിക്കൂർ. ദാറ്റ് ഈസ് 30 മിനിറ്റ് പ്ലസ് റെസ്റ്റ് എടുത്ത ടൈം 20 മിനിറ്റ്. സോ ടോട്ടൽ 50 മിനിറ്റ്. Then 9th question. A man left for the city A from city B at 5:20 a.m. He travelled at a speed of 80 km/h for 4 hours 15 minutes. After that, the speed was reduced to 60 km/h. If the distance between two cities is 350 km, at what time did he reach city A? Options are 9:30 a.m., 9:25 a.m., 9:45 a.m., 9:35 a.m. So here man left for the, അപ്പം സിറ്റി ബിയിൽ നിന്നും സിറ്റി എയിലേക്ക് പുറപ്പെട്ട സമയം 5:20 a.m. ആണ്. അപ്പോൾ ഈ ട്രാവൽഡ് അറ്റ് എ സ്പീഡ് ഓഫ്, ആദ്യത്തെ 4 മണിക്കൂർ 15 മിനിറ്റിൽ 80 km/h സ്പീഡിലാണ് ട്രാവൽ ചെയ്തത്. അതിനുശേഷം എന്ത് ചെയ്തു? ഹി റിഡ്യൂസ്ഡ് ടു
60 km/h. അപ്പോൾ സ്പീഡ് 60 km/hലേക്ക് സ്പീഡ് റെഡ്യൂസ് ചെയ്തു. അതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് 350 km ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് ടൈമിൽ സിറ്റി എയിൽ എത്തും? യെസ്, അവർ സ്റ്റാർട്ടിംഗ് ടൈം ഈസ് 5:20 AM ആൻഡ് അപ്പോൾ നമുക്ക് ആദ്യത്തെ 4 അവർ 15 മിനിറ്റിൽ 80 km/h സ്പീഡിലാണ് ട്രാവൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബിയിൽ നിന്നും എയിലേക്ക് പുറപ്പെട്ടു, 5:20 AM പുറപ്പെട്ടു. അപ്പോൾ ആദ്യത്തെ 4 അവർ 15 മിനിറ്റിൽ 80 km/h സ്പീഡിൽ ട്രാവൽ ചെയ്തു. അതായത് 1 മണിക്കൂറിൽ 80 km ആണ് ട്രാവൽ ചെയ്തത്. 1 മണിക്കൂറിൽ 80 km. അങ്ങനെയാണെങ്കിൽ 4 മണിക്കൂറിൽ 4 × 80 ദാറ്റ് ഈസ് 320 km ട്രാവൽ ചെയ്തു. ഇനി 15 മിനിറ്റിൽ, അപ്പോൾ 1 മണിക്കൂറിൽ 80 km ആണ്. അപ്പോൾ അരമണിക്കൂറിൽ 40 km. അപ്പോൾ അതിൻ്റെ ഹാഫ്, അതായത് 15 മിനിറ്റിൽ 20 km ട്രാവൽ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ 4 over 15 മിനിറ്റിൽ he traveled 320 plus 20 that is 340 km. But our total distance 350 km ആണ്. സോ ഇനി നമുക്ക് ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് 10 km ആണ്. അപ്പോൾ റിമൈനിങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് 60 km/h ആണ്. അപ്പോൾ ഇനി ട്രാവൽ ചെയ്യുന്ന സ്പീഡ് 60 km/h ആണ്. അപ്പോൾ 1 മണിക്കൂറിൽ 60 km. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അപ്പോൾ 60 മിനിറ്റിൽ 60 km ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റിൽ 1 km ട്രാവൽ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 10 km ട്രാവൽ ചെയ്യാൻ എത്ര ടൈം വേണം? 10 മിനിറ്റ്. അപ്പോൾ 10 മിനിറ്റിൽ 10 km ട്രാവൽ ചെയ്യുന്നു. അങ്ങനെ ടോട്ടൽ ടൈം ടേക്കൺ ടു ട്രാവൽ, അപ്പോൾ 350 km ട്രാവൽ ചെയ്യാൻ വേണ്ട ടോട്ടൽ ടൈം അപ്പോൾ 4 അവർ 15 മിനിറ്റ് പ്ലസ് എന്ത് ചെയ്യുക, ഈ 10 മിനിറ്റും കൂടി ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 4 അവർ 25 മിനിറ്റ്. അപ്പോൾ ഇനി ടൈം സ്റ്റാർട്ട് ചെയ്ത ടൈം 5:20 AM ആണ്. അപ്പോൾ ഈ 5:20 AM പ്ലസ് ഇനി ഏത് ആഡ് ചെയ്യുക? 4 അവർ 25 മിനിറ്റ് ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് 9:45 AM. 10th question. A boy runs 20 km in 2.5 hours. How long will he take to run 32 km at double the previous speed? Options are 2 hours, 10 hours, 4 hours, 6 hours. Here a boy runs 20 km in 2.5 hours. അപ്പോൾ 2.5 hours 20 km ആണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് 20 km ആണ്. ടൈം ഈസ് 2.5 hours. ഹൗ ലോങ് വിൽ ഹി ടേക്ക് ടു റൺ? അപ്പോൾ 32 km ട്രാവൽ ചെയ്യാൻ എത്ര ടൈം എടുക്കും? പക്ഷേ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ സ്പീഡ് ഡബിൾ ചെയ്തിട്ട് 32 km ട്രാവൽ ചെയ്യാൻ എത്ര ടൈം എടുക്കുമെന്നാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ സ്പീഡ് കാണണം. ഇനീഷ്യൽ സ്പീഡ്, അപ്പോൾ നമുക്കിവിടെ ഇനീഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 km ആണ്. ടൈം 2.5 hours ആണ്. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ സ്പീഡ് കാണാം. ദെൻ ഇനീഷ്യൽ സ്പീഡ്, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനീഷ്യൽ സ്പീഡ് ഡബിൾ ചെയ്യുന്നു. ഇനീഷ്യൽ സ്പീഡ് ഡബിൾ ചെയ്തുകൊണ്ട് 32 km ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വേണ്ട ടൈമാണ് കാണേണ്ടത്. So initial speed is, ഇപ്പോൾ speed equal to distance by time ആണ്. So it is 20 km divided by 2.5 hours ആണ്. So it is 8 km/h. So initial speed is 8 km/h. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി സ്പീഡ് നമ്മൾ ഡബിൾ ചെയ്യുന്നു. അപ്പോൾ അതായത് ഇപ്പോഴത്തെ സ്പീഡ് എത്രയായി? 16 km/h. അതായത് 1 മണിക്കൂറിൽ 16 km ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ 1 മണിക്കൂറിൽ 16 km ട്രാവൽ ചെയ്യുന്നുവെങ്കിൽ നമുക്ക് കാണേണ്ടത് എത്രയാണ്? 32 km ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, 32 km ട്രാവൽ ചെയ്യാൻ വേണ്ട ടൈമാണ്. 1 മണിക്കൂറിൽ 16 km ട്രാവൽ ചെയ്യുന്നു എങ്കിൽ 32 km ട്രാവൽ ചെയ്യാൻ വേണ്ട ടൈം എത്രയായിരിക്കും? 2 hours. Then next, 11th question. The distance between A and B is 999 km. A car leaves place A at 6 AM and runs at a speed of 55.5 km/h. The car stops on the way for 1 hour 20 minutes. It reaches B at, options are 1:20 AM, 12:20 AM, 6:20 AM, 11:20 AM.
Yes. Here the distance between A and B. Distance തന്നിട്ടുണ്ട് between A and B 999 കിലോമീറ്റർ ആണ്. ഇനി കാർ ലീവ്സ് പ്ലേസ് എ. അപ്പോൾ എന്ത് ചെയ്യുക, 6 AM കാർ പുറപ്പെട്ട സമയം. ആൻഡ് റൺസ് അറ്റ് എ സ്പീഡ് ഓഫ് 55.5 km/h സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, കാർ സ്റ്റോപ്സ് ഓൺ ദി വേ. വഴിയിൽ എത്ര സമയം നിർത്തിയിടുന്നുണ്ട്? 1 hour 20 minutes കാർ നിർത്തിയിടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബിയിലെത്തുന്ന ടൈമാണ് കാണേണ്ടത്. So here distance D എന്ന് പറയുന്നത് 999 കിലോമീറ്റർ ആൻഡ് യെസ് സ്പീഡ് ഈസ് 55.5 km/h ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ടൈം T ഈക്വൽ ടു D/S. സോ ടൈം ഈസ് എത്ര വരും? 999 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ 55.5 km/h. സോ ഇറ്റ് ഈസ് 18 hours. അപ്പോൾ സോ ടൈം ഈസ് 18 hours എന്ന് കിട്ടി. ഇനി ടോട്ടൽ ടൈം പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, കാറ് ഓൺ ദി വേ 1 hour 20 minutes നിർത്തിയിടുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ടൈം എത്രയായിരിക്കും? ദിസ് 18 hours കൂടെ 1 hour 20 minutes കൂടി ആഡ് ചെയ്യാം. അപ്പോൾ 18 hours പ്ലസ് 1 hour പ്ലസ് 20 minutes. അപ്പം 19 hour 20 minutes ടോട്ടൽ ടൈം ആയി. ഇനി നമുക്ക് സ്റ്റാർട്ടിംഗ് ടൈം 6 AM ആണ്. അപ്പോൾ 6 AM പുറപ്പെട്ടു. ഇനി നമുക്ക് അപ്പോൾ ഇപ്പോഴത്തെ ടൈമാണ് കാണേണ്ടത്. അപ്പോൾ ഇത്രയും ടൈം ട്രാവൽ ചെയ്ത് ഇത്രയും എന്ത് ചെയ്യുക, നമുക്ക് അപ്പോൾ സ്റ്റാർട്ടിംഗ് ടൈം 6 AM ആണ്. അപ്പോൾ ഇപ്പോഴത്തെ ടൈം കാണണം. അപ്പോൾ ഇത് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈ 18 hours എന്നുള്ളതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക എളുപ്പത്തിൽ കാണാൻ. 12 hours പ്ലസ് 6 hours. 18 hours 12 hours പ്ലസ് 6 hours എന്ന് സ്പ്ലിറ്റ് ചെയ്തു. ദെൻ ഹിയർ 1 hour പ്ലസ് 20 minutes കൂടി ഉണ്ട്. അങ്ങനെ അപ്പോൾ 6 AM ആണ് സ്റ്റാർട്ടിംഗ് ടൈം. 6 AM പ്ലസ് 12 hours കൂട്ടുമ്പോൾ എന്താകും? ഈവനിങ് 6 PM ആകും. ഈവനിങ് 6 PM. ദെൻ ദിസ് 6 PM വീണ്ടും അത് 6 hours കൂടി കൂട്ടുമ്പോൾ എന്തായി? ഏതാണ്? നൈറ്റ് 12 AM ആയി. ദെൻ 1 hour കൂടി കൂട്ടുമ്പോൾ 1 hour പ്ലസ് 20 minutes. അപ്പോൾ എന്ത് ചെയ്യുക? 1:20 AM. സോ 1:20 AM. Time is 1:20 AM. And the last question. A boy goes to his school from his house at a speed of 3 km/h and returns at a speed of 2 km/h. If he takes 5 hours in going and coming, the distance between his house and school is. Options are 6 km, 5 km, 5.5 km, 6.5 km. Here, a boy goes to his school from his house at a speed of 3 km/h. അപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന സ്പീഡ് 3 km/h ആണ്. പക്ഷേ തിരിച്ചു വരുന്ന സ്പീഡ് 2 km/h. ആൻഡ് പക്ഷെ ടോട്ടൽ ടൈം പോകാനും ഗോയിങ് ആൻഡ് കമ്മിങ് ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 5 hours ആണ്. ടോട്ടൽ ടൈം 5 hours ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് നമുക്ക് കാണേണ്ടത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്കൂൾ ആൻഡ് ഹൗസ് ആണ്. അപ്പോൾ സ്കൂളിലേക്ക് പോകാൻ എടുത്ത സ്പീഡ് 3 km/h ആണ്. തിരിച്ചു വരുമ്പോൾ എടുത്ത സ്പീഡ് 2 km/h ആണ്. പക്ഷേ ടോട്ടൽ ടൈം പോകാനും വരാനും കൂടി ഗോയിങ് ആൻഡ് കമ്മിങ് ടോട്ടൽ ടൈം ഈസ് 5 hours ആണ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്കൂൾ ആൻഡ് ഹൗസ്. So here total time is 5 hours ആണ്. സോ നമുക്കറിയാം ടൈം ടി എന്ന് പറഞ്ഞാൽ D/S ആണ്. നമുക്ക് ഡിസ്റ്റൻസ് ലെറ്റ് ദി ഡിസ്റ്റൻസ് ബി എക്സ് എന്ന് എടുക്കാം. ഡിസ്റ്റൻസ് എക്സ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ടോട്ടൽ ടൈം ടി വിച്ച് ഈസ് ഈക്വൽ ടു ടി ഈസ് D/S. അപ്പോൾ ഗോയിങ് ആൻഡ് കമ്മിങ് ടൈം ഈസ് 5 hours ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗോയിങ് ടൈം ഈസ് എന്താണ്? ഡിസ്റ്റൻസ് ടൈം ഈസ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. സോ ഡിസ്റ്റൻസ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എക്സ് ഡിവൈഡഡ് ബൈ x/3 ആണ് അത് പോകാൻ എടുത്തത്. ആൻഡ് തിരിച്ചു വരുമ്പോൾ x/2. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന ടൈമാണ് ടോട്ടൽ ടൈം. അപ്പോൾ ഗോയിങ് ടൈം ഈസ് x/3 ആൻഡ് കമ്മിങ് ടൈം ഈസ് x/2. സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് x/3 പ്ലസ് x/2 ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു LCM എടുക്കുക. 3 and 2 LCM ഈസ് 6. സോ ഇറ്റ് ഈസ് 2x പ്ലസ് 3x ഡിവൈഡഡ് ബൈ 6. സോ ഇറ്റ് ഈസ് 5x/6. സോ 5 ഈക്വൽ ടു 5x/6 ആൻഡ് ഹിയർ 5 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു.
So x equal to 6. So x equal to 6 kilometer.